ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷമാണ്, അതിലൊരു അഭിമാനവുമുണ്ട്. കാരണം ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ആ യേശുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം അത് പരമ്പരകളായി കൊണ്ടുവരുന്നു എന്നുള്ളതിനേക്കാൾ അധികമായി യേശുവിനെ തൊട്ട് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ജീവിതത്തിലെ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവം ഇടയാക്കി എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. പക്ഷേ ആ സന്തോഷത്തോടൊപ്പം തന്നെ സങ്കടപ്പെടുത്തുന്ന ചില മേഖല, അതായത് ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ടായിരിക്കുകയും എന്നാൽ ആ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് യാതൊരു തരത്തിലും അറിയാതെ പോവുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ ഇടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, എന്ന് മനസ്സിലാക്കുമ്പോൾ അതിലേറെ ഒരു സങ്കടവും ദുഃഖവുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മൾ വായിക്കുകയും ആ വചനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലേക്കും ഇടപെടുമെന്ന് വിശ്വസിക്കേണ്ടവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല ക്രിസ്തീയ വിശ്വാസ സമൂഹങ്ങളും ഈ ഒരു വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ, അല്ലെങ്കിൽ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഈ ദൈവത്തിൻ്റെ നേരെ നോക്കി നടന്നവർക്കുണ്ടായ ജീവിത അനുഭവങ്ങളെ പാഠങ്ങൾ സ്വീകരിക്കാതെ അവരവർക്ക് തോന്നിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭക്ത അഭ്യാസത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കാരണം, നമ്മളിപ്പോൾ ഒരു കോടതിയിൽ ഒരു കേസ് വിധി കൽപ്പിക്കുകയാണെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന സമാനമായ കേസുകളെക്കുറിച്ച് പഠനം നടത്തുന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന ജഡ്ജും വക്കീലുമാരും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി ഒരു മെഡിക്കൽ കാര്യമാണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ സൈഡിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ ഇതിനു മുൻപ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ, കാലഘട്ടങ്ങളിൽ ഉണ്ടായപ്പോൾ അതിനെ എങ്ങനെ അതിജീവിച്ചു, ഏതൊക്കെയാണ് അതിൻ്റെ സക്സസ്ഫുൾ മാർഗങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കുന്നത് സാധാരണ ഏതൊരു മെഡിക്കൽ ടീമും ചെയ്യുന്നൊരു കാര്യമാണ്. ഏതൊരു റിസർച്ച് ടീം ആകട്ടെ, ഒരു വീട് പണിക്കാരനാകട്ടെ, ഒരു കൽപ്പണിക്കാരനാകട്ടെ, ഒരു മരം വെട്ടുന്ന ഒരു വ്യക്തിയാകട്ടെ, ആര് തന്നെയാണെങ്കിലും അവരുടെ ജീവിതത്തിലെ മുൻപുണ്ടായിരുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതിൽ സമാനമായ കാര്യങ്ങൾ ഫേസ് ചെയ്ത വ്യക്തികളുടെ അനുഭവങ്ങൾ, അവർ ആ പ്രാക്ടിക്കൽ സൈഡിൽ എന്താണ് അത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എടുത്ത മാർഗങ്ങൾ എന്നുള്ളത് പരിശോധിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. അതായത് ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത് ഇതിനു മുൻപ് ഈ പ്രശ്നത്തെ സോൾവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണോ ഇത് എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. ഏറ്റവും സിമ്പിളായിട്ട് ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ChatGPT ചോദിക്കും ഇതെന്താണ് ഈ പ്രശ്നം. ChatGPT പറയും ഇതിന് മുൻപുണ്ടായിരുന്ന കാര്യങ്ങളിൽ സമാനമായ സംഭവം ഇന്ന പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ഏരിയ ഒന്ന് സോൾവ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവും. ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ സൈഡിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി ചെയ്യുമെങ്കിലും വിശ്വാസപരമായ കാര്യത്തിൽ നമ്മൾ ഈ കാര്യത്തിൽ വളരെ വീക്കാണ് എന്നുള്ളതാണ് സത്യം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൽ അവിടെ ഫരിസേയനായ അല്ലെങ്കിൽ ഒരു നിക്കദേമോസ് എന്ന് പറയുന്ന ഒരു ഗുരുവിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഗുരുവിനോട് യേശു പറയുന്ന അതിൻ്റെ 3-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ, അതായത് 11-ാം വാക്യത്തിലൊക്കെ അറിയാം, യേശു പറഞ്ഞു നീ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ സാധിക്കും, എനിക്ക് എന്നെ അമ്മയുടെ ഉദരത്തിൽ പോയി എങ്ങനെ എനിക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള പലവിധ കൺഫ്യൂഷൻ ഈ പറയുന്ന നിക്കദേമോസ് പറയുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ യേശു പറയുന്നൊരു കാര്യം വളരെ ക്ലിയറായി പറയുന്നു. ഭൗമിക കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? യേശു അവിടെ നിക്കദേമോസിനോട് ചോദിക്കുന്നൊരു കാര്യം, മോനെ നിക്കദേമോസ്, നീ ഇസ്രായേലിലൊരു ഗുരുവല്ലേ, നീ ഒരു വളരെ വലിയൊരു പണ്ഡിതനല്ലേ, നീ ഒരു പണ്ഡിതനായിരുന്നിട്ടും നിന്റെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സമാനമായ പല കാര്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഭൗമിക കാര്യങ്ങളായ വീണ്ടും ജനനത്തെക്കുറിച്ച് നിന്റെ പഴയ മനുഷ്യൻ പൂർണ്ണമായും മാറ്റപ്പെടണം. ഞാൻ ഫരിസേയനെന്നോ ഞാൻ യഹൂദനെന്നോ ഉള്ള വലിയ മനോഭാവം മാറ്റണം. ഈ മനോഭാവത്തിലൂടെ മുന്നോട്ട് പോയാൽ നിനക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കത്തില്ല, നിത്യജീവൻ പ്രാപിക്കത്തില്ല. പകരം നീ വീണ്ടും ജനിക്കണം, നിന്റെ പഴയ മനുഷ്യൻ മാറ്റപ്പെടണം, പകരം ഒരു പുതിയ മനുഷ്യൻ നിന്നിൽ രൂപാന്തരപ്പെടണം എന്ന് നിക്കദേമോസിനോട് പറയുക. അപ്പോൾ അത് പറഞ്ഞിട്ട് വിശ്വസിക്കാനോ സ്വീകരിക്കാനോ കഴിയാതെ വന്ന, കാരണം അവരുടെ ശ്രേഷ്ഠമായ പഴയ പാരമ്പര്യത്തെ മാത്രം മുറുകെ പിടിക്കുന്ന, ഞങ്ങൾക്ക് അബ്രഹാമുണ്ട്, ഞങ്ങൾക്ക് ഇസ്ഹാക്കുണ്ട്, യാക്കോബുണ്ട്, ഞങ്ങൾക്ക് മോശയുണ്ട്, മോശയുടെ 10 കൽപ്പനകളുണ്ട്, ഞങ്ങളെ ഇസ്രായേലിൻ്റെ രാജാവായ ദൈവത്തെ യഹോവയെ ആരാധിക്കുന്നു, മാത്രമല്ല ഞങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം 10 മഹാമാരികളെ അയച്ചു. ഇങ്ങനെ അഭിമാനം കൊള്ളുന്ന ഒരു ഗുരുവായ നിക്കദേമോസിനോട് കർത്താവ് പറയുകയാണ്, വളരെ ചുരുങ്ങിയ ഈ ഭൂമിയിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ, അത് പറഞ്ഞിട്ട് നിനക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ സ്വർഗീയ കാര്യങ്ങൾ എങ്ങനെ പറയും? നീ എങ്ങനെ സ്വർഗത്തിലെത്തും?
എങ്ങനെ നമുക്ക് സ്വർഗം പ്രാപിക്കാൻ പറ്റും? നമ്മളിന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ ചുറ്റുപാടുകളിലെ മറ്റുള്ളവരെ അനുകരിക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിശ്വാസം അല്ലെങ്കിൽ ഭക്തഭ്യാസങ്ങൾ. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ അനുയായിയായി ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ജീവിക്കുന്നവൻ മറ്റുള്ള വിശ്വാസികൾ എന്ത് ചെയ്യുന്നു എന്ന് തേടിപ്പോകേണ്ടതല്ല ഒരിക്കലും. അങ്ങനെ തേടിപ്പോകാതെ ദൈവം എന്ത് തൻ്റെ വചനത്തിലൂടെ കൽപ്പിച്ചോ അത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഭൂരിപക്ഷം ആളുകളെ നോക്കി ഭൂരിഭാഗത്തിൻ്റെ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ആ തെറ്റിനെ അനുകരിക്കുന്നവരാണ് നമ്മളിൽ പലരും, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. ഈ വിഷു വന്നപ്പോൾ എനിക്ക് കൗതുകരമായിട്ടൊരു കാഴ്ച ഞാൻ കണ്ടത്, അതുവരെ വിഗ്രഹത്തിൻ്റെ ആ യേശുക്രിസ്തുവിൻ്റേതെന്ന് പറയുന്ന ആ വിഗ്രഹത്തെ പല രീതിയിൽ മേക്ക് ഓവർ നടത്തി വിഷു വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ ഒറ്റമുണ്ടും ഒരു തോളിൽ നേരിയ ഒരു ഷോളും ഒക്കെ ഇട്ട് നമ്മുടെ മഞ്ഞപ്പൂക്കളൊക്കെ പിടിപ്പിച്ച് ആ യേശുവിനെ പിടിച്ച്, അല്ലെങ്കിൽ യേശുവിൻ്റെ വിഗ്രഹത്തെ ആ വിഷുവിൻ്റെ അനുരൂപമാക്കുന്ന തരത്തിലേക്ക് ഇത്രത്തോളം ക്രിസ്ത്യാനി അധപതിച്ചു പോയി എന്നുള്ളത് അത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. ഇവിടെ നിക്കോദേമോസിനോട് യേശു പറയുന്ന കാര്യം വളരെ ക്ലിയറാണ്. തൊട്ടടുത്ത വാക്യം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവൻ ഉണ്ടാകാൻ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതായത് നിക്കോദേമോസിന്റെ വിശ്വാസം ഇതാണ്, ഞങ്ങളിപ്പോൾ ദൈവരാജ്യത്തിലും കാനാൻ ദേശത്തുമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിനാൽ ഞങ്ങളിപ്പോൾ നിത്യജീവനിലാണ്, ദൈവരാജ്യത്തിലാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയുള്ള ഒരു ഇസ്രായേലിൻ്റെ ഗുരുവിനോട് പറയുക, നീ ഇപ്പോൾ നിത്യജീവനിലല്ല, നീ ദൈവരാജ്യത്തിലല്ല. നീ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ നീ എന്ത് ചെയ്യണം? മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുക്രിസ്തു ഉയർത്തപ്പെടണം, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. അങ്ങനെ ഉയർത്തപ്പെട്ടാൽ മാത്രമേ നീ ദൈവരാജ്യത്തിൽ എത്തത്തുള്ളൂ. ഇത് പറയുമ്പോൾ ഭൗമികമായ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകത്തില്ല എന്ന് പറയുകയും യേശു ഈ മരുഭൂമിയിലെ പിച്ചള സർപ്പത്തിൻ്റെ സംഭവം പറയുകയും ചെയ്യുമ്പോൾ ഫരിസേയ മനോഭാവമുള്ള, അല്ലെങ്കിൽ നിക്കോദേമോസായ ജ്ഞാനിയായ, അല്ലെങ്കിൽ അവിടെയുള്ള ഗുരുവായ ആ നിക്കോദേമോസിനോട് കർത്താവ് പറയുകയാണ്, നീ നിന്റെ പ്രബോധനങ്ങളിലും പഠനങ്ങളിലും പഠിപ്പിക്കലിലും സിനഗോഗുകളിലെ പ്രസംഗങ്ങളിലൊക്കെ ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കൊണ്ടുവന്ന ദൈവത്തെ പ്രഘോഷിക്കും, 10 മഹാമാരികളെ കുറിച്ച് പറയും, വലിയ വലിയ കാര്യങ്ങൾ പ്രഘോഷിക്കും, ചെങ്കടലിനെ പിളർത്തിയ സംഭവങ്ങൾ പറയും, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ മനോഹരമായി വർണ്ണിക്കും. എന്നാൽ ഈ 10 മഹാമാരികളെ വളരെ പ്രധാനമായി നീ പറയുകയും ദൈവം ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് തന്നെ വിടുവിക്കുവാൻ ഇത്രയും വലിയ പ്രവർത്തികൾ ചെയ്തു എന്ന് പറയുകയും ചെയ്യുമ്പോൾ തന്നെ 40 വർഷത്തെ മരുഭൂമിവാസക്കാലത്ത് ദൈവം ചെയ്ത പ്രവർത്തികളെ, പ്രത്യേകിച്ച് മരുഭൂമിയിൽ ഉയർത്തിയ ആ പിച്ചള സർപ്പത്തെക്കുറിച്ച് നിനക്ക് യാതൊരുവിധ ബോധ്യമില്ല. കാരണം മരുഭൂമിയിൽ ഈ പിച്ചള സർപ്പത്തെ ഉയർത്തിയ ഈ ഭൗമികമായ കാര്യം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നിനക്ക് ഇപ്പോഴും ബോധ്യമില്ല നിക്കോദേമോസേ എന്നുള്ളതാണ് ഇവിടെ യേശുക്രിസ്തു. ഭൗമിക കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, പിന്നെ എങ്ങനെ ഞാൻ സ്വർഗത്തിലെ കാര്യങ്ങൾ നിന്നോട് പറയുമെന്ന ചോദ്യം വയ്ക്കുന്നതിൻ്റെ കാരണം. എല്ലാ ശനിയാഴ്ചകളിലുമുള്ള വലിയ മുഖ്യ പ്രഭാഷണങ്ങളിൽ നിക്കോദേമോസ് ഈ 10 മഹാമാരികൾ എടുത്ത് സംസാരിക്കും. എന്നാൽ അതിനുശേഷം ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ, അതായത് ക്രിസ്ത്യാനിക്ക് ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അവിടെ ദൈവം എങ്ങനെ ഇടപെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിനക്ക് യാതൊരുവിധ ബോധ്യമില്ലല്ലോ നിക്കോദേമോസേ എന്നുള്ള തരത്തിലാണ് യേശു ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മളവിടെ 10 മഹാമാരികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ 40 വർഷക്കാലം 10 പ്രാവശ്യം ദൈവം തൻ്റെ ജനത്തോട് ഇടപെട്ട ഒരു പ്രധാനപ്പെട്ട മേഖല മറന്നു പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിക്കും. ആ യേശുവിൻ്റെ മുൻപിൽ രാത്രി വളരെ രഹസ്യത്തിൽ വന്ന് സംസാരിച്ച നിക്കോദേമോസിനും ആ ഫരിസേയ മനോഭാവത്തിൽ വന്നപ്പോൾ പറ്റിപ്പോയ ഒരു പറ്റ്, അതിനെയാണ് യേശു തിരുത്താൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 10 പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മളൊരു 10 വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ വിഷയമാണ്, അവിടെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന 15-ാം അധ്യായം അതിന് 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പം അവിടെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, മാറ എന്നൊരു സ്ഥലത്തെ കാണുന്നുണ്ട്. അവൻ മാറ എന്ന സ്ഥലത്ത് വെച്ച് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകി. നമ്മൾ നോക്കുക, ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ചെയ്ത് എല്ലാ പ്രവർത്തികളും ചെയ്ത് തൻ്റെ ജനത്തെ വിടുവിച്ച് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരാൻ വന്നപ്പോൾ തന്നെ അവർക്ക് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുക, ഒരു പ്രശ്നമുണ്ടാകുക. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള ക്രിസ്തീയ ഭക്ത അഭ്യാസങ്ങളെ നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായും മനസ്സിലാവുന്ന ഒരു കാര്യം, സുഖത്തിന്, സന്തോഷത്തിന്, നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത, ഒരു ഓട്ടമാണ് ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ചുറ്റും കാണുന്നത്. എന്നാൽ ഇവിടെ
40 വർഷം 430 വർഷം അടിമത്തത്തിലായിരുന്ന വാക്തത്വ ജനതയെ ദൈവം വിടുവിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് 10 മഹാമാരികളെ അയച്ച് ഈജിപ്തിൻ്റെ അടിമത്തത്തെ മാറ്റി ചെങ്കടലിനെ പിളർത്തി എല്ലാ അത്ഭുത പ്രവൃത്തിയും ചെയ്ത് ഇപ്പുറത്ത് വരുന്ന ജനം കയ്പുള്ള വെള്ളം, അവർക്ക് കുടിക്കാൻ കഴിയാത്തൊരു വെള്ളം അവർക്ക് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പം ജനം പിറുപിറുക്കുന്നു. അയ്യോ, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ഇതെന്താ ഇങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള രീതിയിൽ മോശയ്ക്കെതിരെ സംസാരിക്കുമ്പം ദൈവം അവിടെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കും? അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. ഇവിടെ വ്യക്തമായിട്ട് കർത്താവ് ഈശോമിശിഹായെ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. യേശുക്രിസ്തു മരണപ്പെട്ട ക്രൂശിനെ, ആ കുരിശാകുന്ന ആ മരത്തിൽ തൂക്കപ്പെട്ടവനിലൂടെ നിന്റെ ജീവിതം മധുരകരമാക്കണം. പ്രതികൂലങ്ങളുണ്ടാകും, കയ്പുള്ള അവസ്ഥകളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. ഇവിടെയൊന്നും ദൈവത്തിനെതിരെ പെറുപിറുക്കാതെ, മറ്റ് ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നതിനെ തേടിപ്പോകാതെ, അല്ലെങ്കിൽ യേശുവിന് പകരമായി നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന പലവിധ മേഖലകൾ, ഏതെങ്കിലും വിശുദ്ധരുടെ അടുത്ത് പോയി, അല്ലെങ്കിൽ അങ്ങനെ പലവിധ ആചരണങ്ങളോ അനുഷ്ഠാനങ്ങളോ നേർച്ച കാഴ്ചകളോ ചെയ്ത് ദൈവത്തെ അങ്ങനെ പ്രസാദിപ്പിക്കണമെന്നല്ല. ക്രൂശിലേക്ക് നീ നോക്കണം. യേശുവിൻ്റെ ക്രൂശ്, അവൻ്റെ സഹനങ്ങൾ, വേദനകൾ, അവൻ്റെ ക്രൂശിലെ മരണം, ആ മരത്തിൽ തൂക്കപ്പെട്ടവൻ ഏറ്റെടുത്ത വേദനകൾ, ദുഃഖങ്ങൾ നിന്റെ ജീവിതത്തിലെ കയ്പുള്ള അവസ്ഥയെ മധുരമാക്കാൻ സാധിക്കും. അവിടെ പെറുപിറുപ്പല്ല വേണ്ടത്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഇവിടെ പ്രത്യേകമായി കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, നീ ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിലാണ്, ക്രിസ്തീയ ജീവിതമാണ് നയിക്കുന്നത്, ഒരിക്കലും കയ്പില്ലാത്തൊരു ജീവിതമായിരിക്കില്ല നമ്മുടേത്. പ്രതികൂലങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. പക്ഷെ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ദൈവം ചെയ്ത മഹോന്നതമായ കാര്യങ്ങളെ മഹത്വപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ യേശുവിൻ്റെ ക്രൂശിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അല്ല, പിറുപിറുപ്പാണെങ്കിൽ അവിടെ ദൈവം ഉറപ്പായിരിക്കും. അതായത് ആ പിറുപിറുക്കുന്ന ജനത്തിൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം കയ്പുള്ള ജനത്തിൻ്റെ അടുത്തോട്ട് നിന്നെ വിടുമെന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. ഇവിടെ ദൈവം ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ, അതായത് ശ്രദ്ധാപൂർവം നമുക്ക് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അതിൻ്റെ 26-ാം അധ്യായം 26-ാം വാക്യം, അവിടുന്ന് അവരെ പരീക്ഷിച്ചു, അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. അതായത് നിന്റെ മേൽ മഹാമാരി വരാതിരിക്കുന്നത് നിന്റെ കഴിവുകൊണ്ടല്ല, നിന്നെ ഞാൻ ഇവിടെ വിടുവിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്നതുകൊണ്ടാണ്. എന്നാൽ ഈജിപ്തിലെ ജനത്തെപ്പോലെ തന്നെ നിന്റെ പിറുപിറുപ്പാണെങ്കിൽ അതേ മഹാമാരി നിന്റെ മേലും വരുമെന്നൊരു സൂചന, ദൈവത്തിൻ്റെ പരീക്ഷണത്തിന് ശേഷമുള്ളൊരു സൂചന വ്യക്തമായി ദൈവം മോശയിലൂടെ തൻ്റെ ജനത്തിന് കൊടുക്കുക. നിക്കോദേമോസിനോട് യേശു ചോദിക്കുന്നത് ഇത് തന്നെയാണ്. നിക്കോദേമോസ്, നീ ഈ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നില്ല, അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല? ഭൗമികമായി ഈ കാര്യത്തെക്കുറിച്ച് നിനക്കൊരു ബോധ്യം ലഭിച്ചാൽ നിനക്കൊരു കാര്യം മനസ്സിലാകും, നീ ഇപ്പോഴും ദൈവരാജ്യത്തിൽ എത്തിയിട്ടില്ല. കാരണം ഈ പറയുന്ന മർദ്ദലിച്ച പെറുപിറുത്ത ജനത ഒരുവൻ പോലും ഞാൻ കാനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിച്ചില്ല, മോശ പോലും കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചില്ല എന്നുള്ള ബോധ്യം നിക്കോദേമോസ് നിനക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുദിന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം, നമ്മുടെ സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും നമ്മുടെ ലക്ഷറി ലൈഫിനും നമ്മുടെ സുഖസൗകര്യങ്ങൾക്കും മാത്രമാണോ നീ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത്? അതോ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, നിത്യം ജീവിതത്തിലേക്ക് എന്നെ ഉയർത്തുന്ന കാൽവരിയിലെ ക്രൂശിനെ ഓർത്തുകൊണ്ട് എൻ്റെ കയ്പുള്ള അനുദിന ജീവിതത്തിലെ കയ്പുള്ള പ്രതികൂലങ്ങളുള്ള പ്രതിസന്ധികളുള്ള എല്ലാ മേഖലകളെയും യേശുവിൻ്റെ ക്രൂശിലേക്ക് സമർപ്പിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ഏറ്റവും അഭിമാനത്തോടെ യേശുവിൻ്റെ മകനായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്കിന്ന് ചിന്തിക്കാം. ദൈവം അതിനുവേണ്ടി നമ്മളെ ഒരുക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പലതിനെ തേടിപ്പോകുന്നത് നമുക്ക് ഒഴിവാക്കാം. യേശുവാകുന്ന ഏക രക്ഷയാകുന്ന ആ നിത്യജീവനാകുന്ന വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് വേണ്ടി ഒഴുകി വരുന്ന ആ യേശുവിൻ്റെ രക്തത്തിലേക്ക്, യേശുവിൻ്റെ ശരീരത്തിലേക്ക്, അവൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.